ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ മീഞ്ചന്തയ്ക്ക് കിടക്കുന്ന ഉടുമ്പ്ര. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ എത്തിയത്. 90s ഒക്കെ ഫാം. അപ്പോൾ ഇവിടെ 10-40 വെറൈറ്റി ഗപ്പികളുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു ഗപ്പി ഫാം ആയില്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് ഒരുപാട് വെറൈറ്റി ഗപ്പികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് വലിയൊരു ബിഗ്ഗസ്റ്റ് ഗപ്പി ഫാമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗപ്പി ഫാം ഇന്നാണ് ഒരു എപ്പിസോഡായിട്ട് എടുക്കുന്നത്. കാരണം അത്രയും വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല വേറെയും സ്ഥലത്ത് ഇവിടെ ഗപ്പികളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഈ ഒരു 90s ഒക്കെ ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ഇപ്പോൾ കാണുമല്ലേ? കുറേ 2020 ഒക്കെ വന്നല്ലേ? ആയിട്ടുണ്ടാവും. അപ്പോൾ പേരൊന്ന് പറഞ്ഞല്ലോ. എൻ്റെ പേര് ആദർശ്. ഞാനിവിടെ കോഴിക്കോട് ഉടുമ്പ്രയാണ് സ്ഥലം. 90s അക്വ എന്നാണ് എൻ്റെ ഫാമിൻ്റെ പേര്. ഇപ്പോൾ നമുക്ക് എത്ര വെറൈറ്റി ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്? ഈ ഫാം കംപ്ലീറ്റ് പ്രീമിയം ഐറ്റംസ് മാത്രമേ ചെയ്യാറുള്ളൂ. എല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ റെഡി സ്റ്റോക്കിൽ ഒരു 40 വെറൈറ്റിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വരുന്നത്? ഇവിടെ മാത്രമല്ല വേറെയും കുറേ ഫാമുകളുണ്ടെന്ന് പറയുന്നുണ്ട്. ടോട്ടൽ 7 ഫാമുണ്ട് ഇപ്പോൾ. 7 ഫാമാണ് കേട്ടോ. ഇതൊരു ബ്രീഡ്സ് ആൻഡ് ഫീഡ്സ് LLP എന്ന് പറഞ്ഞിട്ട് ഒരു LLP രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാർട്ട്ണറും ഉണ്ട് എനിക്ക്. അപ്പം ഞങ്ങൾ മെയിൻലി ഹോൾസെയിലാണ് ചെയ്യുന്നത്. ഒരു 2 ഫാം ഞങ്ങൾ പ്രീമിയത്തിന് വേണ്ടി റീറ്റെയിലിന് വേണ്ടി മാറ്റി വെച്ചു. പക്ക ക്വാളിറ്റിക്ക് വേണ്ടി 2 ഫാമും ബാക്കി 5 ഫാമിലും ബൾക്കാണ് ചെയ്യുന്നത്. ഹോൾസെയിലായിട്ട് ചെയ്യുന്നത്. ഹോൾസെയിൽ കാറ്റഗറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഗപ്പിവാല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹോൾസെയിൽ കാറ്റഗറി തന്നെ വേറെ തന്നെ ഉണ്ട്. 90s അക്വ എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി കംപ്ലീറ്റ് പ്രീമിയം. അവിടെ എപ്പോൾ നമ്മൾ നിൽക്കുന്നത്? ബാക്കിയുള്ളതൊക്കെ എവിടെ സ്ഥലം? ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമും കൂടെ ഉണ്ട്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോവാം. പിന്നെ അവിടെ ബാക്കി പിന്നെ ഉള്ളത് മുക്കത്താണ് മെയിനായിട്ട്. നമ്മളൊരു 2 ഏക്കർ പ്ലോട്ട് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 1-2 ഫാമുകൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഫാമുകളും ഉണ്ട്. കൈമ്പാലത്താണ് നമ്മൾ ബ്രീഡിംഗ് യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വലിയൊരു സംഭവം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാം നമുക്ക് എപ്പിസോഡായിട്ട് എടുക്കാം. ആദ്യത്തെ ദിവസം പിന്നെ അടുത്ത മാസം അങ്ങനെ മാറി എടുക്കാം അല്ലേ? നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ ഫാമും കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഇവിടെ കാണിക്കാൻ പോകുന്നത് പ്രീമിയം ക്വാളിറ്റി പക്ക ക്വാളിറ്റിയിലുള്ള ഗപ്പികൾ. അപ്പോൾ ഹോൾസെയിലല്ല, റീറ്റെയിൽ മാത്രമായിട്ടുള്ളൂ. റീറ്റെയിൽ മാത്രം. അപ്പോൾ ഒരു 40 വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ നിലവിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10-35 വെറൈറ്റി നമുക്ക് സെയിൽ ചെയ്യാനുണ്ടാവും അല്ലേ? എന്തായാലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്ത് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദർശം ഇപ്പോൾ നമ്മൾ അന്നിവിടെ വന്നപ്പോൾ ഇവിടെ നടുഭാഗത്തൊരു നമ്മളെ കോഴിക്കാർപ്പിൻ്റെ കുളം ഉണ്ടായതല്ലേ? അന്നത്തെ കോഴിക്കാർപ്പിൻ്റെ കുളം എല്ലാം ഇപ്പോൾ അക്വേറിയാക്കി. ഇപ്പോൾ എത്ര അക്വേറിയം സെറ്റാക്കി ഇവിടെ? ഇവിടെ ഇപ്പോൾ ശരിക്കും അറൗണ്ട് ഒരു 300 അക്വേറിയത്തിൻ്റെ അടുത്ത് ടോട്ടൽ നമുക്ക് ഉണ്ടാവും. 300 സെക്ഷനിലും അപ്പുറത്തെ സെക്ഷനിലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഒരു 300 അക്വേറിയത്തിൻ്റെ മുകളിലുണ്ടാവും. എല്ലാ അക്വേറിയത്തിലും ഫുള്ള് ഗപ്പികളാണല്ലോ. എല്ലാത്തിലും ഫിഷസ് ആണ്. നമ്മളിപ്പോൾ ആദ്യം ഏതാ നോക്കാൻ പോകുന്നത്? ആൽബിനോ റെഡ് ഇയർ അല്ലേ? ഇത് ആൽബിനോ കോയിൻ്റെ സീഫിന് ഗള്ളിയർ വരുന്നുണ്ട്. നല്ല ഗള്ളിയറും കിട്ടും. ഇതില് ഈ സാധനത്തിന് റെഡ് ഇയറും കിട്ടിയിട്ടുണ്ട്. നോർമലി ആൽബിനോ കോയി സീഫിൻ ഗള്ളിയർ റിബൺ ആണ്. അതിലൊരു 2-3 ഐറ്റത്തിന് ഇതുപോലെ ഇയർ വന്ന് കിട്ടി. നല്ല രസമുണ്ട്, ഭയങ്കര ഭംഗിയാണ്. ഇത് സെയിൽ ആയിട്ടില്ലേ? നല്ല ക്വാണ്ടിറ്റി. എങ്ങനെ പ്രൈസ് വരുന്നത്? 400 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. റിബൺ ആയതുകൊണ്ട് അല്ലേ? റിബൺ. ഇതിന്റെ നോൺ റിബൺ വരുന്നുണ്ടോ? ഇതിന്റെ നോൺ റിബൺ ഇല്ല. നമ്മൾ നോർമൽ അലുമിനിയം കോയിന്റ് 150 വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് പർപ്പിൾ ഡ്രാഗന്റെ റിബൺ ആണ്. ശരിക്കും പർപ്പിൾ ഡ്രാഗൺ ഡംബോയർ ആണ് കാണിക്കുന്നുണ്ട്. ഡംബോയറും വിത്ത് റിബൺ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർസെന്റേജ് റിബൺ തന്നെ കിട്ടുന്നുണ്ട്. അറൗണ്ട് ഒരു 70% നമുക്ക് റിബൺ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ബോഡി സൈസും കിട്ടുന്നുണ്ട്. ബൾക്ക് ചെയ്യാനും പറ്റിയൊരു സാധനമാണ്. ഗ്ലേസിംഗ് ഉള്ള ബ്ലൂ കളർ അല്ലേ? സാധാരണ പർപ്പിൾ ബെറി കുറച്ച് ലൈറ്റ് ആണ്, ഇത് കുറച്ച് ഡാർക്ക്. ഇത് പർപ്പിൾ ഡ്രാഗന്റെ നോൺ റിബൺ വരുന്നത്. റിബണും ഉണ്ട് നമ്മുടെ കയ്യിൽ, നോൺ റിബൺ. ഒരു ബ്ലൂ കളർ നല്ല ഷൈനിങ് ഉള്ള ബ്ലൂ കളർ. നല്ല ബോഡി സൈസും വരും. നല്ല ടെയില റൗണ്ട് ആയിട്ട് നല്ല വരുന്നതാണ്. സൈസുള്ള ടെയിൽ കിട്ടുന്നത്. ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? രണ്ടിന്റെ റിബൺ ആണെങ്കിൽ പെയർ 300 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നോൺ റിബൺ പെയർ 100 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അടുത്ത് ഇത് ഐവറി പർപ്പിൾ. ഇതിന്ന് ഇറങ്ങിയ റെഡ് ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ഇത് ഭയങ്കര ഭംഗിയാണ്. റൗണ്ട് ടെയിലിൽ നല്ല പർപ്പിളായി കിട്ടും. ബട്ട് എന്താണെന്ന് വെച്ചാൽ ബ്രീഡ് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ കുറച്ച് ഈ സാധനം കിട്ടുള്ളൂ. ഈ കളർ മാത്രമേ കിട്ടുള്ളൂ. കാരണം യെല്ലോ ഷെയ്ഡും റെഡ് ഷെയ്ഡുള്ള സാധനവും അതും ഇറങ്ങും. എങ്ങനെ ഇതിന്റെ പെയർ 300 വെച്ചിട്ടാണ് നമ്മൾ ഈ ഐവറി പർപ്പിളിന് കൊടുക്കുന്നത്. ഇത് ആൽബിനോ റെഡ് ഡ്രാഗൺ ആണ്.
അൽബിനോ റെഡ് ഡ്രാഗൺ ഉണ്ടല്ലേ? ആൽബിനോ ഡ്രാഗൺ ആണ് ഇത്. റെഡ് ഐ ആണ്, എന്നാലും അത്യാവശ്യം ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം ഒരു മാർക്കറ്റിൽ ഒരു കളിക്കുന്ന ഒരു ഐറ്റാണ് ഇത്. ഹോൾസെയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ റീറ്റെയിലേ ഉള്ളൂ. പേര് 150 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇത് ഡോർസിലാണ് പ്രാധാന്യം വരുന്നത് അല്ലേ? ഇത് HP റെഡ് റോസ്, പോളി ഡോർസിൽ. ഫീമെയിലിനും ഡോർസിൽ നന്നായിട്ട് കാണിക്കില്ലേ? ഫീമെയിലിനും വരുന്നുണ്ട്, ഈ ലൈനേജിന് വരുന്നുണ്ട്. ഇത് പണ്ട് ബ്രസീലിയൻ റെഡ് എന്നായിരുന്നു പറയാറ്. പിന്നെ ലൈനേജ് മാറ്റി ഇതിപ്പോ ലാസ്റ്റ് വിയറ്റ്നാം ലൈനേജ് ആണ്. ഇത് അത്യാവശ്യം ചെറിയ സൈസിൽ തന്നെ, ഇതിപ്പോ വളരെ ചെറിയ സൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈസ് തന്നെ ഇതിന്റെ ഡോർസിൽ നല്ലോണം ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട്. ഫീമെയിലിന് ഒരുവിധം അറൗണ്ട് ഒരു 60% ഫീമെയിൽസിനും വന്ന് കിട്ടുന്നുണ്ട്. 4 മന്ത് ഒക്കെ ശരിക്കും ആയി കഴിഞ്ഞാലാട്ടോ ഫീമെയിലിന് നല്ല കോളി വരും. ഈ മെയിലിന്റെ കോളി പോലെ തന്നെ അത്രത്തോളം ഫീമെയിലിന് സൈസ് ആയി കഴിഞ്ഞാൽ മതി. ഇത് പേര് ഇപ്പൊ 300 കൊടുക്കുന്നത്. ഇത് യെല്ലോ ടാക്സി ആണ്. നമ്മൾ പണ്ട് മുതലേ ഉള്ള സ്ട്രെയിൻ ആണ്. വൈറ്റ് ടെക്സിഡോ യെല്ലോ ടെക്സിഡോ ആയിരുന്നു ആദ്യം. പിന്നെ അത് മാറി പുതിയ ലൈനേജ് വന്നായിരുന്നു യെല്ലോ ടാക്സി എന്ന് പറഞ്ഞിട്ട്. 2-3 കൊല്ലമായി. എന്നാലും ബൾക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. നല്ല ടെയിൽ നല്ല വരും അല്ലേ? നല്ല വലിയ ടെയിൽ വരും. ഇപ്പൊ എങ്ങനെ ഇതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത്? ബേസിക് പ്രൈസേ ഉള്ളൂ. പേര് 100 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അടുത്ത് ഗാലക്സി ബ്ലൂ ടെയിൽ. ഇത് പണ്ട് മുതലേ എൻ്റെ കയ്യിലുള്ള സ്ട്രെയിനാണ്. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സ്ട്രെയിനാണ്. അതിന്റെ ടെയിൽ പറഞ്ഞ ഡെൽറ്റ ടെയിൽ നല്ല ഡെൽറ്റ ടെയിലാണ്. പിന്നെ ഇതിന്റെ ലൈനേജ് ഒരു 5-8 ലൈനേജ് ആയിട്ട് ചെയ്തിരുന്നു. ഇപ്പൊ അത് ഏറ്റവും ലേറ്റസ്റ്റ് ലൈനേജ് ആണ്. പ്രിന്റ് തീരെ ഔട്ട് ആവില്ല, കറക്റ്റ് ആയിട്ട് പ്രിന്റ് കിട്ടും. ടെയിലും കറക്റ്റ് ആയിട്ട് ബ്ലൂ ടെയിൽ മാത്രമേ ഉള്ളൂ. ടെയില് പ്രിന്റ് ചെയ്യുമ്പോൾ ആ ബ്ലൂ കളർ നന്നായിട്ട് കാണിക്കും. അതിപ്പോ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് പേര് 100 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അടുത്ത് ഇത് ആൽബിനോ സ്നോ വൈറ്റ് പ്യൂർ വൈറ്റ് ആയിരിക്കും. അത്യാവശ്യം ക്വാണ്ടിറ്റി ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി അത്യാവശ്യം ഉള്ളതാണ്. ആൽബിനോ ആണെങ്കിൽ കൂടെ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ട്രെയിൻ ആണ്. ഈ കളറിനെ വേറെ ഒന്നും വരില്ല. ഇത് മാത്രമേ സോളിഡ് വൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് റിബൺ അല്ലല്ലോ. ഇതിലിടയ്ക്ക് സോളോ റിബണും ഇറങ്ങി കിട്ടുന്നുണ്ട്. അതും ഇതിൽ കൂട്ടത്തിൽ തന്നെ ബാച്ചിൽ തന്നെ കാണാം. വളരെ ചുരുങ്ങിയതേ ഇറങ്ങാറുള്ളൂ. നമ്മൾ നോർമലി 150 കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ക്രൗൺ അല്ലേ? ഇത് ക്രൗൺ. ഏതാണ് ക്രൗണിന്റെ? ഗാലക്സി ക്രൗൺ. ഫീമെയിലിന് ക്രൗൺ ഇല്ലല്ലോ? ഫീമെയിലും ക്രൗൺ കാണിക്കുന്നുണ്ട്. പക്കയായിട്ട് ക്രൗൺ കിട്ടുന്നുണ്ട്. എല്ലാ മെയിലിനും ഈ സ്റ്റേബിൾ ആയിട്ട് ഇതേമാതിരി ക്രൗൺ വരും. നല്ല രീതിയിൽ ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് ഇത്. ബ്ലാക്ക് ഐ അല്ലേ വരുന്നത്? ബ്ലാക്ക് ഐ ആണ്. ക്രൗൺ ടൈൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഗാലക്സി ക്രൗൺ ടൈലൊക്കെ അത്യാവശ്യം നല്ല ടൈൽ കിട്ടുന്ന ഒരു ഐറ്റം. ഇത് മോസ്കോ ഗ്രീൻ ആണ്. മോസ്കോ ഗ്രീൻ അല്ലേ? ആക്ച്വലി ഇത് മോസ്കോ ഗ്രീനും വയലറ്റും ഒരു ലൈനാണ്. ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി വയലറ്റും പകുതി ഗ്രീനും ആയിട്ടാണ് കിട്ടുക. നല്ല ഡെൽറ്റ ടൈലും നല്ല ബോഡി വിഡ്ത്തും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബൾക്ക് ചെയ്യാൻ പറ്റിയ സാധനം. ഇത് നല്ല ബോഡി തിക്നെസ് മെയിലിന് വരുന്നുണ്ട്. നല്ലത് വരുന്നുണ്ട്. എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് പേര് 100 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് ഇതിലെ മോസ്കോ വയലറ്റ് എന്ന് പറയുന്നത്. മോസ്കോ വയലറ്റ് നമ്മളിപ്പോ ഈ ഗ്രീനിൽ ഇറങ്ങിയതാണ്. വയലറ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഇത് ഏതെടുത്ത് കഴിഞ്ഞാലും ഈ സ്റ്റെബിലിറ്റി ഇഷ്യൂ ആയിട്ട് കൂട്ടരുത് ശരിക്കും. കാരണം നമ്മളിതിപ്പോ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ പകുതിയോളം വയലറ്റ് ആയിട്ടും കിട്ടും, പകുതിയോളം ഗ്രീൻ ആയിട്ടും കിട്ടും. അത് നമുക്ക് രണ്ടും ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അല്ലാതെ ബാക്കി ടോപ്പാസിലൊക്കെ റെഡ് ഇറങ്ങുന്ന പോലെ റെഡ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുത്തണ്ട. ഇതും ആ റേറ്റ് തന്നെ. ഇതും പേര് 100. ഇത് ജാഗോർ. സിൽവർ ഗോൾഡൻ ലേസ് എന്നാണ് ഇതിന്റെ പേര്. ആ ലേസ് പ്രിന്റ് ആണ് ടെയിൽമേ വരുന്നത് അല്ലേ? ടെയിൽ ഭയങ്കര വലിയ ടെയിൽ, നല്ല ടെയിൽ വരും. ഓവർ ടെയിൽ പറഞ്ഞത്. പക്ഷേ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. നമുക്ക് ചെയ്തെടുക്കാൻ തന്നെ വളരെ ഒരു ആൽബിനോന്ന് നോക്കുന്ന പോലെ തന്നെ കെയർ ചെയ്ത് ചെയ്തെടുക്കും. ബട്ട് എന്താ പറയാ, അത്രയ്ക്കും ഭംഗിയാവരും. ഈ ഒരു ക്വാളിറ്റിയിൽ കൊണ്ടെടുക്കണമെങ്കിൽ നമ്മൾ അത്ര കുഞ്ഞുങ്ങളെ കൊണ്ടെടുക്കുന്നതാണ് നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ. നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും ഒരു കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ. എങ്ങനെ ഇതിന്റെ പ്രൈസ്? പേര് ഇപ്പോൾ 100 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത്
ഇത് സൂപ്പർ ബ്ലൂ. സൂപ്പർ ബ്ലൂ. ഓ ഓ. സൂപ്പർ ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ടെയില് നല്ല വലിയ ടെയിൽ സൈസ് വരും. ഓ. പണ്ടത്തെ ഇലക്ട്രിക് ബ്ലൂവിനേക്കാൾ കുറച്ചുകൂടെ അധികം ടെയിൽ സൈസും ബോഡി വിഡ്ത്തും വരുന്ന റേറ്റാണ്. പിന്നെ ഹെഡിലൊരു ക്യാപ്പ് ഇലക്ട്രിക് ബ്ലൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ബട്ട് ബോഡി സൈസ് കുറച്ചും കൂടെ കൂടുതലുണ്ട്. ബോഡി തിക്നെസ് എല്ലാം വരുന്നുണ്ട്. അത്ര തന്നെ. എങ്ങനെ ഇതിന്റെ പെയർ 100 വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. ബിഗ് ഗിയർ പ്ലാറ്റിനം റെഡ്. ഇത് പിന്നെ സിൽവർ മൊത്തം ഫില്ലായി വരുന്നതല്ലേ? ബോഡി നല്ലോണം കയറി വരുന്നതാണ്. ഇത് 2-3 ലൈനേജ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഹാഫ് മൗണ്ട് ടെയിൽ ഉണ്ട്, നോർമൽ ലോങ് ബോഡി, പിന്നെ ഷോർട്ട് ബോഡി. നമ്മളിപ്പോൾ ക്ലാസ് കാണിക്കുന്നത് ഇതാണ് നമ്മളിപ്പം ബൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടിറ്റിയിലുള്ളത് കൂടുതൽ ഇതാണ്. പണ്ട് മുതലേ ഉള്ള നോർമൽ ലൈനേജ് തന്നെയാണ്. ബട്ട് നല്ല സൈസ് ഇയർ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാലോ, എല്ലാത്തിനും ഇത്രത്തോളം ഇയർ കിട്ടുന്നുണ്ട്. ഓക്കെ. എങ്ങനെ ഇതിന്റെ പ്രൈസ്? പെയർ 100 വെച്ചിട്ടാണ്. ഇത് ബ്ലാക്കിന്റെ ഡംബോയർ ആണ്. ഒരു കയ്യിൽ ഫുള്ളായിട്ട് നിൽക്കണ്ടല്ലേ ആ മെയില്? സത്യമാണ്, ഇത് ബ്രൂഡാണ്. ബട്ട് എന്താ പറയാ, ഭയങ്കര വലിയ ഇയർ കിട്ടുന്നുണ്ട്. നല്ല ഇയർ വരും. നല്ല ബോഡി സൈസ്, അറൗണ്ട് നമ്മളൊരു ഫിംഗറിന്റെ അത്ര തന്നെ ബോഡിക്ക് സൈസും വെക്കുന്ന ജയന്റ് ബോഡി എന്ന് പറയുന്ന ലൈനാണ്. അതുപോലെ തന്നെ ഇയർ എല്ലാത്തിനും ഇയർ വരുന്നത്. നമ്മളെ ചില്ലി ഡംബോ, പ്ലാറ്റിനം ഡംബോ ഒക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ബ്ലാക്കിന്റെ ഡംബോ എന്ന് പറയാം. ബ്ലാക്കിന്റെ ഡംബോ. ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പെയർ 300 വെച്ചിട്ട് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇത് പ്ലാറ്റിനം കോയി ഡംബോ ഇയർ. ഈ കോയി ഡംബോ ഞാൻ ഇതിന്റെ മുന്നേ കുറേ ലൈനേജസ് എടുത്തിരുന്നു. എടുത്തു കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40% ഇയറും ക്യാപ്പും കൂടെ സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുള്ളായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും ലാസ്റ്റ് എടുത്ത ലൈനേജാണ്. ഇതിന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വെള്ളത്തിൽ എനിക്ക് ഒരു 80%ഓളം സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ലോണം ബൾക്കും ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എനിക്ക് ആയി കിട്ടുന്നുണ്ട്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ഇത് എങ്ങനെ ഇതിന്റെ പ്രൈസ്? ഇതിപ്പം ചെറിയ സൈസാണ്, നല്ല സൈസ് വെക്കായിരുന്നു. ഇത് പെയർ 150-ക്കാണ് അപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അടുത്ത ഇത് ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ. ഇത് ഗ്രീൻ ബോഡിയിൽ ഗ്രീൻ കളർ. ശരിക്കും ഒരു ഡംബോയർ ആണ്. ലൈനേജ് നോർമൽ ആണെങ്കിലും ഒരുവിധ എല്ലാത്തിനും ഇയർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാലോ. പിന്നെ ഹാഫ് മൗണ്ട് ടെയിൽ, റൗണ്ട് ടെയിലായി വരുന്നത്. മോൾവി ആണെങ്കിലും സൈഡ് വ്യൂ ഒക്കെ രസമല്ലേ? നല്ല കാണാൻ ഭയങ്കര രസമാണ്, നല്ല ഭംഗിയുള്ള. ഇതൊക്കെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റം. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റാമിന ഉള്ള ഐറ്റം. അതെ. ഫീമെയിലിനും അതുപോലെ തന്നെ പോളിഡോർസൽ ഫീമെയിലിനും കാണിക്കുന്നു അല്ലേ? എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? പെയർ 100 വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് മെറ്റൽ റെഡ് ലൈസ് റോസ്റ്റൈൽ. ഇത് ഇന്ത്യയിൽ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്തത് നമ്മളായിരുന്നു. ഇവിടെ നമ്മളത് ഇമ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് ഒരു 8 പെയർ ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഇതുകൊണ്ട് 8 പേർ ഇമ്പോർട്ട് ചെയ്താ? 8 പേർ ഇമ്പോർട്ട്. ഏത് വർഷത്തിലെ? ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. ഒരു 3 കൊല്ലമായി കാണും. അതെ. 3 അല്ല, ഒരു 2.5 എന്തായാലും ഉണ്ടാവും. ഓക്കെ. അങ്ങനെ ഞാനത് ബൾക്ക് ബൾക്ക് ചെയ്തിട്ടാണ് ഞാൻ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് $80 ആയിരുന്നു ഒരു പെയറിന്. ഒരു പെയറിന് അത്ര വന്നില്ല, $800 ആയിരുന്നു 10 പേരിന്. ശരിക്കും കസ്റ്റമർ പറഞ്ഞ റേറ്റ്. 8 പേരായിരുന്നു അന്ന് എടുത്തത്. അത്രയും വലിയ പൈസക്ക് എടുത്തല്ലേ? ഇതിപ്പോ ബൾക്ക് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് എത്തി. ജസ്റ്റ് പെയർ 100 രൂപയ്ക്കാണ് ഇപ്പൊ മാർക്കറ്റിൽ കൊടുക്കുന്നത്. ഇതാണ് ബ്ലോണ്ട് റെഡ് ടെക്സ്റ്റൈഡോ. പുതിയ മോഡലാണത്. ഇതിന്റെ ലൈനേജ് പുതിയതാണ്. ഇത് പണ്ട് വേറെ ലൈനേജ് ഉണ്ടായിരുന്നു, അത്ര സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു. ഇത് 100% സ്റ്റേബിൾ ആണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് അതിന്റെ ബോഡിയിൽ കാണിക്കുന്നത്. ടെക്സ്റ്റൈൽ ബോഡി വരുന്നത്. റെഡ് ടെയിലും വരുന്നുണ്ട്. ഇത് ശരിക്കും ഈ ഷോപ്പ് കീപ്പേഴ്സിനൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. നല്ല ഒരു അക്വേറിയം പ്രസൻസ് ഉണ്ടല്ലോ. അതെ. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു ഐറ്റം. എങ്ങനെ ഇതിന്റെ പ്രൈസ്? പെയർ 150 അപ്പം കൊടുത്തോണ്ടിരിക്കും. ഇത് ഞാനായിട്ടൊരു ഡെവലപ്പ് ചെയ്ത് എടുത്തൊരു സ്ട്രെയിനാണ്. ശരിക്കും ഇത് മെറ്റൽ റെഡ് ലൈസിൽ സോളോ റിബൺ ഇറങ്ങി കിട്ടിയിരുന്നു. സോളോ റിബൺ ഇറങ്ങിയതിൽ പ്രിന്റ് വരാത്ത ഐറ്റംസ് മാറ്റിയിട്ടപ്പോൾ അതിപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം അത് സ്റ്റേബിളായി കിട്ടി. ഇപ്പം അറൗണ്ട് ഒരു 90% സ്റ്റേബിളാണ്. മെയില് ഇതാ കറക്റ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെ കിട്ടും. ഫീമെയിൽസ് എല്ലാം സോളോ. മെയിൽ ഒന്നിനും സോളോ ഉണ്ടാവില്ല, ഫീമെയിൽസാണ് സോളോ കിട്ടുന്നത്. ടെയിൽ ഒരു ഡാർക്ക് റെഡ്
ഇതിന് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല, നോക്കട്ടെ. ഞാനൊന്ന് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ റോസ്റ്റയില, പക്ക റോസ്റ്റയില. നിങ്ങളെ മെയിലിന്റെ ടെയിൽ ഉണ്ടോ, പക്ക ഹാഫ് മൂണിൽ റോസ്റ്റയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ കൊടുക്കാനായിട്ടില്ല? ഇല്ല, കൊടുക്കാൻ ആയിട്ടില്ല. ക്വാണ്ടിറ്റി ഉണ്ട്. മേ ബി ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ സെയിൽ സ്റ്റാർട്ട്. വർഷത്തെ പ്രയത്നം അപ്പോൾ അതൊരു 1.5 കൊല്ലമായി മെനക്കെടുന്നു. അതെ, 1.5 കൊല്ലം. അങ്ങനെ പറയാൻ നോക്ക്. ഇത് ഒരു ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നെക്സ്റ്റ് ബാച്ച് ഇറക്കണം. അങ്ങനെ ഒരു 3 മാസം ഗ്യാപ്പ് ഓരോരോ ബാച്ച് ഇറങ്ങി കിട്ടണമെങ്കിൽ തന്നെ. അതെ, അങ്ങനെ വെയിറ്റ് തന്നെ വേണം, നല്ലോണം വെയിറ്റ് ചെയ്യണം. ലൈന് ക്ലിയർ ചെയ്ത് എടുക്കണ്ടേ. ചിലപ്പോൾ ഫെയിൽ ആയി പോകും, ചിലപ്പോൾ സക്സസ് ആവുകയുള്ളൂ. ആയ ഒരു സന്തോഷമാണല്ലോ. അതെ അതെ. ഓക്കെ, അപ്പോൾ 2 മാസം കഴിഞ്ഞത് മാർക്കറ്റിൽ ഇറങ്ങും? എന്തായാലും ഇറങ്ങും. ഇപ്പോൾ ഒരു 90% നമുക്ക് സ്റ്റേബിളായി കിട്ടുകയാണ്. ഓക്കെ. അപ്പോൾ ആദർശത്തിൽ ഇപ്പോൾ എവിടെയും കാണാത്തൊരു സംഭവം ഉള്ളത് എന്താ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളേതായ രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. ഓസ്കാറിന് നമ്മൾ ഈ ബക്കറ്റ് ഫിൽറ്റർ ചെയ്യാറുണ്ടല്ലോ, വെള്ളം ഉള്ളോട്ട് വലിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് തിരിച്ച് ഇൻലെറ്റ് കൂടെ വരുന്നത്. അതേ സെറ്റപ്പ് തന്നെ ടാങ്കിൽ ഒന്ന് പരീക്ഷ നോക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെറാമിക് റിംഗ് ഉണ്ട്, ബയോബോൾ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് ഈ സ്പോഞ്ചിലേക്ക് എല്ലാ വെള്ളവും വന്നു കഴിഞ്ഞാൽ സ്പോഞ്ച് നമുക്ക് 2 ദിവസം കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഈ വെള്ളം എങ്ങനെ ഇപ്പോൾ ഇത് പൈപ്പിൽ നിന്ന് വരുന്നത്? ഇത് നമ്മൾ എയറേഷൻ്റെ ഒരു പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്താൽ ഈ PVC-യിലേക്ക്. അപ്പോൾ എയറേഷൻ്റെ പവറിൽ ഈ വെള്ളം ഇങ്ങനെ ഇതിലേക്ക് വന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു 3 ഹോള് വെച്ചിട്ടുണ്ട്. വെള്ളം താത്തിക്ക് ഇറങ്ങാം, ഫിൽട്ടർ ആയിട്ടുള്ള വെള്ളം താത്തിക്ക് പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. യെസ്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇതിലിപ്പോൾ സെറ്റായിട്ട് എത്രയായി? ഇതിപ്പോൾ എന്തായാലും ഒരു 1 ഇയറിന് മുകളിലായി. നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇതിൽ ഇൻലെറ്റ് ഓട്ടോമാറ്റിക് ആണ്, ഔട്ട്ലെറ്റ് നമുക്ക് അടിയിൽ വാൾവ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പരിപാടി കഴിയും. എല്ലാ കാര്യങ്ങളും ഈസിയാണ്, വളരെ ഈസി. വെള്ളം ഇപ്പോൾ എന്നാ അടച്ചത്? ഇതിപ്പോൾ ഒരു 1 വീക്ക് എന്തായാലും ആയിട്ടുണ്ടോ. 1 വീക്കായി. അപ്പോൾ നല്ല വർക്കായാലോ. നമ്മൾ പ്രീമിയം സാധനം എപ്പോഴും സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇതിൽ ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം വരുന്നത് അല്ലേ, അടിയിലൊരു വേസ്റ്റും കാര്യങ്ങളൊന്നും വരാതെ. അതെ. ഇത് എല്ലാവർക്കും പരീക്ഷ നോക്കാവുന്നതല്ലേ ഈ സംഭവം? വേസ്റ്റ് അടിയിൽ നമ്മൾ ഈ ഫിഷിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിലും വെള്ളത്തിന് അത് എഫക്ട് ചെയ്യില്ല, വരുന്നില്ല. വെള്ളം എപ്പോഴും ക്ലിയർ ആയിരിക്കും. എത്ര വേസ്റ്റ് ഉണ്ടെങ്കിലും വെള്ളം ക്ലിയർ ആയിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലും ഒരു 3 ദിവസം കൂടുമ്പോൾ ഒക്കെ വേസ്റ്റ് ഒന്ന് ജസ്റ്റ് സൈഫൺ ചെയ്താൽ മാത്രം മതി. ഈ ഇതൊക്കെ ക്ലീനിങ് വരിക, ഇത് ശരിക്കും ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് കണ്ണുകൊണ്ട് കാണാം. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഇതിലിപ്പം കുറച്ചായി വരുന്നേ ഉള്ളൂ, വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. ഇപ്പം എന്തായാലും ഒരു 1 വീക്കോ കഴിഞ്ഞിട്ട് നല്ലോണം കറുപ്പ് കളറാകുമ്പോൾ പുറത്തെടുക്കും. ഈ സ്പോഞ്ച് അങ്ങ് മെല്ലെ എടുക്കും. ഈ കല്ലെന്താണ് നമുക്ക് എടുക്കും. കല്ലെന്താണ്? ഇത് ബയോബോളാണ്. മതി. സെറാമിക് റിംഗും ഉണ്ട്. നല്ല ഐഡിയ. ഉദാൻ പറ്റി നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റിയില്ലേ? എപ്പോഴും സമയത്തിൻ്റെതല്ല, നമ്മളെ ഗപ്പിക്ക് എപ്പോഴും ക്വാളിറ്റി ഉണ്ടാവും. ഒരിക്കലും വെള്ളം കേടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ശ്രദ്ധ തെറ്റിപ്പോയാലും വെള്ളത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഗപ്പിയുടെ വാല് പൊട്ടലുണ്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല? അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. പ്രീമിയം എപ്പോഴും ചെയ്യുമ്പോൾ ക്വാളിറ്റി ഈ ടാങ്കിലിടുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത് ഫുൾ ഗോൾഡ്. ഇത് ഏതാണ് ഫുൾ ഗോൾഡ്? ഇത് ഫുൾ ഗോൾഡിന്റെ റിബൺ വിയറ്റ്നാം ലൈനേജ്. ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് ഈ സാധനത്തിന്. ഇയർ കാണിക്കുന്നുണ്ട് അല്ലേ? ഇയർ അത്യാവശ്യം കാണിക്കുന്നുണ്ട്. ഇതിന്റെ വേറൊരു ലൈനേജ് ഉണ്ടായിരുന്നു, ഗള്ളി ഇയർ വരുന്നത്. പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടെ ഫീമെയിൽ മേല് കളർ കയറി കിട്ടുന്നത് ഇതാണ്. കുറച്ചും കൂടെ അത് ഇപ്പം വളരെ ചെറിയ സൈസാണ്. ഫുൾ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ഫുൾ ഗോൾഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് പെയറിന് ഇപ്പോൾ 500 വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മളെ കയ്യിലുള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മളിത് ചെയ്തെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത അതിന്റെ നോർമൽ. ഇത് നമ്മുടെ നോർമൽ ലൈനല്ല, ഇത് വേറെ ലൈനേജ് നോർമൽ ഫുൾ ഗോൾഡ്. ഇതിൽ ഹെഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇത് നല്ല തന്നെയാണ്. അത് പണ്ട് മുതലേ ഉള്ള ഒരു ലൈനാണ്. ഇത് അന്ന് മുതലേ കീപ്പപ്പ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് കിട്ടുന്നുണ്ട്. ഇതിപ്പം ചെറിയ സൈസാണ്, വലുതാവുമ്പോഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഗോൾഡ് കളർ. ഇതിപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് പേര് 100 വെച്ചിട്ടാണ് കൊടുക്കുന്നത്.
ഇതൊരു പുതിയ വെറൈറ്റി ഉള്ള കാണാം നമ്മള്. ഇത് ആൽബിനോ റെഡ് ടെക്സ്ഡ് ആയിരുന്നു. അതിൽ കോയി ഇറങ്ങി. നോർമൽ ലൈനേജ് തന്നെ ആയിരുന്നു. 1-2 ഫീമെയിലിനെ കോയി ഇറങ്ങിയപ്പോൾ മാറ്റിയിട്ടായിരുന്നു. ഇപ്പം കുറച്ചധികം കോയി കിട്ടി വരുന്നുണ്ട്. എന്നാലും സ്റ്റേബിൾ ആയിട്ടൊന്നുമില്ല. ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മെയിൽ നല്ല ലുക്കാണല്ലോ കാണാൻ. മെയിൽ നല്ലതാണ്. ഫീമെയിലും കുറച്ചെണ്ണത്തിനൊക്കെ കോയി കിട്ടിയിട്ടുണ്ട്. മേ ബി ഒന്നും കൂടെ കളി ചെയ്ത് മാറ്റി റെഡി ആയി കഴിഞ്ഞാൽ സ്റ്റേബിളായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് HP റെഡിന്റെ ഗ്ലാസ് ബെല്ലിയാണ്. HP ഗ്ലാസ് ബെല്ലി. ട്രാൻസ്പെറന്റ് ആയി കാണുന്നത്. ഗ്ലാസ് ബെല്ലി കുറച്ച് ട്രെൻഡിങ് ആണ്. അതെ കുറെ വെറൈറ്റികൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. HP റെഡിന്റെ ഗ്ലാസ് ബെല്ലി. HP റെഡിന്റെ. ഇത് ഗ്ലാസ് ബെല്ലി പറയുമ്പോൾ കുറച്ച് വലിയ സൈസ് ആവില്ല അല്ലേ? ഇത് സൈസ് വളരെ സൈസ് ആവുമ്പോൾ നല്ലോണം വലിയ ബെല്ലി വരുന്നുണ്ട്. ഉള്ളിലേക്കുള്ള ഇൻഡസ്റ്റൈൻസും ഒക്കെ ഉണ്ടെങ്കിൽ എഗ്ഗൊക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇത് ബ്ലാക്ക് ആയി വരുന്നത്. ഇത് ബ്ലാക്ക് ആയി. എങ്ങനെ ഇതിന്റെ പ്രൈസ്? ഇത് വേറെ 150K വരുന്നത്. ഓക്കെ. അടുത്ത് ഇത് ഗ്രീൻ ഡ്രാഗൺ. ഗ്രീൻ ഡ്രാഗൺ. ഗ്രീൻ ഡ്രാഗന്റെ നമ്മൾ ഇതിന്റെ വേറെ ഡ്രാഗൺ നമ്മൾ കണ്ടല്ലോ. 2 ലൈനേജ് ഉണ്ട്. ഇത് പഴയ ലൈനേജ് ആണ്. പിന്നെ വേറെ ഒന്ന് പുതിയ ലൈനേജ് ഉണ്ട്. ഇത് നമ്മൾ നോർമലി എന്താ പറയുക, അത്യാവശ്യം ക്വാണ്ടിറ്റി ചെയ്തെടുക്കാൻ പറ്റും. 1-2 പീസ് റെഡ് ഇറങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ ചെറുങ്ങനെ ബ്ലൂ ഡയമണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓവർ സ്റ്റേബിൾ ആയിട്ട് പറയാൻ പറ്റില്ല. ഇത് ജുവനൈലാട്ടോ. സൈസായി വന്നാൽ കുറച്ചും കൂടെ നല്ല ഹാഫ് മൗണ്ട് ടൈലൊക്കെ വരുന്നുണ്ട്. എങ്ങനെ പ്രൈസ്? പേര് 300 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മളെ ഐവറി പർപ്പിൾ മൊസൈക്കിന്ന് ഇറങ്ങി കിട്ടുന്ന റെഡാ. ഇപ്പൊ ഈ റെഡ് തന്നെ ഇറങ്ങുള്ളൂ? അല്ലല്ല, സ്റ്റേബിൾ ഒന്നല്ല. ഇറങ്ങിയ റെഡ് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ അത്രയും. പക്ഷേ എന്താ പറയാ, ഭയങ്കര ഭംഗി അത് കാണാൻ. അപ്പൊ ഇതിന്ന് പർപ്പിൾ ഇറങ്ങും. ഇത് ശരിക്കും ബ്രീഡ് ഇറങ്ങി കഴിഞ്ഞാൽ പർപ്പിൾ ഇറങ്ങി. അങ്ങനെയല്ല, ബ്രീഡിങ്ങിന് ആപ്റ്റ് അല്ല. ശരിക്കും പർപ്പിൾ മാത്രം മാറ്റിയിട്ടിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാറ്. ഇത് നോർമലി മിക്സഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാറാ. ഭംഗിനെ കൊണ്ട് നല്ല രസമായിരുന്നു. എങ്ങനെ ഇതിന്റെ പ്രൈസ്? ഇത് നമ്മൾ നോർമലി മിക്സറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ പേര് 100 വെച്ചിട്ടോ ഒക്കെ നോർമലി കൊടുത്തു വിടും. ഇത് യെല്ലോ മൊസൈക്കിന്റെ ഹാഫ് മൂൺ ടൈലായി വരുന്നത്. ഞാൻ ഫാം സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഗാലക്സി ബ്ലൂ ടൈൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. പാൻഡോറയുടെ ലൈനേജ് ആയിരുന്നു. ഇത് അന്ന് മുതൽ ഇന്ന് വരെ ലൈൻ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈൻ ഒരു പ്രശ്നം. മാർക്കറ്റൊക്കെ വളരെ ഡൗൺ ആണ്. ഇതിനങ്ങനെ റീറ്റെയിലൊന്നും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ബട്ട് എന്തെന്നായാലും നമ്മളത് ചെയ്യും, എപ്പോഴും ചെയ്യും. പേര് 100 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നല്ല ടൈൽ ഉണ്ടല്ലോ മെയിലിന്. ഇത് സിൽവറാഡോ HP പാസ്റ്റലായിരുന്നു. സിൽവറാഡോയുടെ HP പാസ്റ്റൽ വരുന്നത്. ഇതിൽ റിബണും സോളോ റിബണും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൈമേൽ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 10-15 പേരൊക്കെ അത്ര കുറവാണല്ലോ അല്ലേ? നല്ല ടൈല് വരും. ടൈലോണ്ട് നീന്താൻ വേണ്ടി പറ്റുന്നില്ല. പ്രോപ്പർ സാധനം. അതെ. എങ്ങനെ പ്രൈസ്? ശരിക്കും ഷോ ക്വാളിറ്റിക്ക് പറ്റിയ ഐറ്റം. കോമ്പറ്റീഷൻ അങ്ങനെ അതിനൊക്കെ കൊണ്ടുപോകുന്ന ഐറ്റം. നോർമൽ ലൈനേജ് ആണെങ്കിൽ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് വേറെ 100 വെച്ചിട്ടാണ് ഉള്ളത്. ഇത് ബ്ലോണ്ട് ഷോർട്ട് ബോഡി വരുന്നത്. ചെറിയ സൈസ് ആയിരിക്കും. ഷോർട്ട് ബോഡി. മെയിലിന്റെ അവിടെ ഒരു ഡോട്ട്. ഫീമെയിൽ കണ്ടു കഴിഞ്ഞാൽ ബ്രീഡ് ആവാനായ ഫീമെയിൽ ബലൂൺ ടൈപ്പ് ആയിട്ട് അല്ലേ? ഇത് കമ്മ്യൂണിറ്റി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ടാങ്കിൽ അറൗണ്ട് ഒരു 10-30 പീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അക്വാസ്കേപ്പേഴ്സ് അങ്ങനത്തെ ടീമുകളാണ് അധികം കൊണ്ടുപോകാറ്. ബ്ലാക്ക് ഐ ഹോബിക്ക്. എങ്ങനെ പ്രൈസ് ചെയ്തത്? ഇത് പേര് 200 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതെല്ലാം കളർഫുൾ ആണല്ലോ. ഇത് നമ്മുടെ പണ്ട് ടോപ്പാസ് ബ്ലൂവിൽ ഇറങ്ങി കിട്ടുന്ന റെഡ് ആയിരുന്നു. ഇതിപ്പോ സ്റ്റേബിൾ ആണ്. റെഡ് തന്നെ ഇതിൽ വരും അല്ലേ? ഇത് വാങ്ങിയതാട്ടോ, ഞാൻ ഇങ്ങനെ തന്നെയുള്ള ലൈനേജ് തന്നെ വാങ്ങിയതാണ്. സ്റ്റേബിൾ ആണ്. പണ്ട് ബ്ലൂ വാങ്ങിക്കഴിഞ്ഞാൽ പകുതി റെഡും പകുതി ബ്ലൂ ആയിരുന്നു കിട്ടാറ്. ഇപ്പം ബ്ലൂ സ്റ്റേബിളായി, റെഡ് വേറെ തന്നെ അതും സ്റ്റേബിളാണ്. നല്ല ടൈൽ സൈസ് വരും. അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉണ്ട്. ബട്ട് വലിയ ടൈലാണ് വരുന്നത്. എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? പേര് 150 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 150. ഇത് നമ്മുടെ ടോപ്പാസ് ബ്ലൂ. നമ്മൾ നേരത്തെ റെഡ് കണ്ടു, അതിന്റെ ബ്ലൂ. ഇത് സ്റ്റേബിൾ ആട്ടോ. ഇതില് റെഡ് ഇറങ്ങുന്നില്ല, മാത്രമേ ഇറങ്ങൂ. കറക്റ്റ് സ്റ്റേബിൾ ആയി വന്നിട്ട് വളരെ അധികം ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട്. നല്ല ബോഡി സൈസും കിട്ടുന്നുണ്ട്. ബൾക്കായി ചെയ്യുന്നുണ്ട്. നല്ലോണം ബൾക്ക് ചെയ്യുന്നുണ്ട്.
എങ്ങനെ നോക്കിയാലും ഒരു 1,500 പീസെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രൈസ് എങ്ങനെ വരുന്നത്? ടോപ്പാസ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ മാർക്കറ്റ് അല്ലേ? അതെ എപ്പോഴും റെഡ് ടോപ്പാസ് ബ്ലൂ ഒക്കെ എപ്പോഴും ചോദിച്ചു വരുന്നതാണ്. അത് എങ്ങനെ ഇതിൻ്റെ നമ്മൾ പേര് 150 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അടുത്തത് ഇത് ഗ്ലാസ് ബെല്ലി ടെക്സിഡോ കോയിൽ. ടെക്സിഡോയിലും ഗ്ലാസ് ബെല്ലി സീഫിന് ഗള്ളിയർ റിബൺ ആണ്. എല്ലാം ഉണ്ട്. ഈ ഫിൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സി എഴുതിയ പോലെ ഉണ്ടാവും, ടെയിൽ ആയിട്ടുണ്ടാവും. ടെയിൽ അതാണ് അതിന്റെ സീഫിൻ. ഈ ഡോർസൽ ഷാർക്ക് ഡോർസൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ കൂർത്ത് വരും. അതെ മോൾ ഭാഗത്ത് അതിന്റെ അല്ലേ. ഇത്ര ടെയിലായി നല്ലോണം ലെങ്ത് വരുന്നതിനാണ് സീഫിൻ എന്ന് പറയുന്നത്. ഗള്ളിയറോ ആണ്, നല്ല വലിയ ഇയർ വരുന്നുണ്ട്. എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പെയർ 800 വെച്ചിട്ടാണ്. ഇത് മറ്റേ സീഫിന് ഷാർക്ക് ഡോർസലൊക്കെ ആയുണ്ടാവും അല്ലേ? റേറ്റ് റിബൺ. റിബൺ നോൺ റിബൺ ആണെങ്കിൽ നമ്മൾ അല്ല ഇനിയിപ്പോൾ അതിന്റെ നോൺ റിബൺ. നോൺ റിബൺ ഈ നോൺ റിബണിലും ഈ ഡോർസലൊക്കെ വരുന്നില്ലേ? ഈ ഡോർസൽ സീഫിനും ഷാർക്ക് ഡോർസലും വരുന്നില്ല? അതൊന്നും കിട്ടില്ല. നോർമൽ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ളത് ടെക്സിഡോ കോയിന്റെ നോർമൽ ആയിട്ടുള്ള ഗ്ലാസ് ബെല്ലി അത്രേ പറയുന്നത്. അത്രേ ഉള്ളൂ. ലൈനേജ് റിബൺ ലൈനേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതിപ്പോൾ പെയർ 400 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് നോർമൽ. അടുത്ത അൽബിനോ കോയ്. ഇത് നമ്മുടെ ആൽബിനോ കോയ്. നോർമൽ അല്ല അത്? നോർമൽ ആൽബിനോ കോയ്. ഓക്കെ. ഇതെങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റേബിൾ ഇപ്പോൾ എങ്ങനെ ഇതിൻ്റെ? ഇത് അത്യാവശ്യം ഒരു 90-95% സ്റ്റേബിളാണ്. സ്റ്റേബിളായി എല്ലാത്തിനും ഗ്യാപ്പും കോയൊക്കെ കറക്റ്റായി കിട്ടുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പെയർ 150 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് റെഡ് ഇയറിന്റെ ലൈനേജ് ആട്ടോ. റെഡ് ഇയറും വരുന്നുണ്ട് ഇതിൽ. സത്യം പറഞ്ഞാൽ ഒന്ന് സൈസായി കിട്ടിക്കഴിഞ്ഞാൽ റെഡ് ഇയർ കിട്ടുന്നുണ്ട്. ഒരുവിധം പീസസ് ഫീമെയിലിന് റെഡ് ഇയർ കുറേ എണ്ണത്തിന് ഒരു 4-5 മാസം ആകുമ്പോഴേക്ക് റെഡ് ഇയർ കിട്ടും. റെഡ് ഇയർ കോയി തന്നെ നമ്മുടെ അടുത്ത് വേറെ ലൈനേജും ഉണ്ട്, പുതിയ ലൈനേജ് ഉണ്ട്. ഇത് പഴയ റെഡ് ഇയർ ലൈനേജാണ്. ഇത് മജന്ത ഷോർട്ട് ബോഡി റിബൺ. മജന്തയിൽ റിബൺ വരുന്നത്. ഇത് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. പ്ലാറ്റിനം ടൈപ്പും കോയി ടൈപ്പും ഒക്കെ ഇറങ്ങുന്നത്. ശരിക്കും ഇത് മജന്ത കോയി ഷോർട്ട് ബോഡി റിബൺ ആയിരുന്നു. പക്ഷേ ഇപ്പം ഗ്യാപ്പ് ഇറങ്ങുന്നൊക്കെ വളരെ കുറവാണ്. സ്റ്റെബിലിറ്റി വളരെ കുറവാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. അതെ സ്റ്റെബിലിറ്റി ഉള്ളത് നല്ല ഭംഗിയാണ്. അതെ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പെയർ 800 വെച്ചിട്ട് അപ്പം കൊടുക്കുന്നത്. ഓക്കെ. ഇത് ചില്ലി മൊസൈക്ക് ഇടുമ്പോൾ ചില്ലി മൊസൈക്ക്. നമ്മൾ ബൾക്ക് എപ്പോഴും ക്വാണ്ടിറ്റി. അതെ പ്ലാറ്റിനം ഫില്ലാണത് അല്ലേ? പ്ലാറ്റിനം ഫിൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പഴയ മോഡൽ പഴയ സാധനം തന്നെയാണ്. പ്ലാറ്റിനം ഇടുമ്പോൾ ചില്ലി ഇടുമ്പോൾ പർപ്പിൾ ബെറി ഇടുമ്പോൾ എപ്പോഴും മാർക്കറ്റ് ഉള്ളതാണ്. ഇത് ഏതൊരു കസ്റ്റമറും എടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു സാധനം എന്തായാലും ഒരു പേരോ 2 പേരോ എടുത്തു. എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? പെയർ 100 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അടുത്ത ഇത് യെല്ലോ കോയി. ഇത് ഗ്ലാസ് ബെല്ലിയാണ്. ഇത് സെയിലിനില്ല, ഞാനിപ്പം വാങ്ങി കൊണ്ടിട്ടേ ഉള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. ഈ ചെറിയ സൈസിലൊന്നും ക്യാപ്പ് കിട്ടുന്നില്ല എന്നാ പറയുന്നത്. മേ ബി കുറച്ചും കൂടെ വലുതാകുമ്പോഴേ ക്യാപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താന്ന് വെച്ചാൽ അത്ര സ്റ്റേബിൾ അല്ല എന്ന് ന്യൂസ്. കുറച്ച് പുതിയ സ്ട്രെയിനാണ്, എന്നാലും ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളൊരു കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കാണിക്കുന്നു, ടെൻഡൻസി കാണിക്കുന്നുണ്ട്. എന്താണെന്ന് കറക്റ്റ് നമുക്ക് 2-3 ബാച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലൈനേജ് റെഡ് ഇയർ. ഇത് അത്യാവശ്യം അറൗണ്ട് ഒരു 80%ഓളം റെഡ് ഇയർ വന്ന് കിട്ടുന്നുണ്ട്. ഫീമെയിലിന് നല്ലോണം ഇയർ കിട്ടുന്നു. ചെറിയ സൈസിൽ തന്നെ ഇയർ വരുന്നുണ്ട്, അതാ പ്രത്യേകത. ബാക്കി പഴയ ലൈനേജ് ഒക്കെ ഒരു 4 മാസം 5 മാസം ഒക്കെ ആകുമ്പോഴാണ് എല്ലാത്തിനും നല്ലോണം ഇയർ വരിക. ഇത് ചെറുപ്പത്തിലെ നല്ലോണം ഇയർ കാണിക്കുന്നുണ്ട്. എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പെയർ 400 വെച്ചിട്ടാണ് ഇപ്പം കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ. ഇത് ആൽബിനോ വൈറ്റ് ആണ്. ഇത് ആൽബിനോ ടോപ്പാസ് ബ്ലൂ ആണ്. ഇത് പിന്നെ ആൽബിനോ വൈറ്റ് തന്നെയാണ്. ഇതിപ്പോൾ എത്ര ദിവസമായിട്ടാണ്? ഇതിപ്പോൾ അറൗണ്ട് ഒരു 5-6 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ആ ഗ്യാപ്പ് ആയിട്ടേ ഉള്ളൂ. നമ്മളൊരു ആർട്ടിമി ഒരു 3 നേരം വെച്ചിട്ട് ഫീഡ് ചെയ്യും. അതിനു വേണ്ടിയാണ് ഇപ്പം ഈ ടാങ്കിലേക്ക് 3 നേരം കൊടുക്കും. 3 നേരം എന്തായാലും ആർട്ടിമി കൊടുക്കും, മസ്റ്റ് ആയിട്ടും കൊടുക്കും. നമ്മളിവിടെ 2 യൂണിറ്റിൽ എപ്പോഴും ആർട്ടിമി ചെയ്യുന്നുണ്ട്. രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നാണ് ആർട്ടിമി വിരിയിപ്പിച്ചെടുക്കാറ്. രാവിലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി എപ്പോഴും ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രം നമ്മളൊന്നിങ്ങനെ വെച്ചിട്ട് ഫീഡ് ചെയ്യും. സിമ്പിൾ പരിപാടി അല്ലേ? വളരെ സിമ്പിളാണ്. മറ്റേ ഫില്ലർ എടുക്കുക ഇതാക്കൊന്നും വേണ്ട. അഡൽറ്റിനാണെങ്കിലും
അങ്ങനെ കൊടുക്കുമ്പോൾ സുഖം. അഡൾട്ടിനൊക്കെ എത്ര നേരമായി ആ ടീം കൊടുക്കല്? അടലിന് 2 നേരം കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പറ്റുമെങ്കിൽ 4 നേരത്തോളം കൊടുക്കാറുണ്ട്. ഫസ്റ്റത്തെ 2 ആഴ്ച എന്തായാലും മസ്റ്റായിട്ടും കറക്റ്റായിട്ടും കൊടുക്കണം. 3 നേരം എന്തായാലും കൊടുക്കും. അപ്പോൾ എന്നാ കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റാൻ സമയം? ഇതിനിപ്പോൾ ഒരു ശരിക്കും ഞാൻ ഇവിടെ അങ്ങനെ ബ്രീഡ് ചെയ്യിക്കാറില്ല. പിന്നെ ഉള്ള ബാച്ചിൽ നിന്ന് കുറച്ച് ബ്രീഡ് വന്നപ്പോൾ മാറ്റി വെച്ചതാണ്. പന്തീരങ്കാവിലാണ് ബ്രീഡിംഗ് യൂണിറ്റ് ഉള്ളത്. അവിടെ കംപ്ലീറ്റ്ലി ഒരു 2 ആഴ്ച മസ്റ്റായിട്ടും ആർട്ടിമിയ സ്റ്റേജ് കറക്റ്റ് ആർട്ടിമി ഫീഡ് ചെയ്യും. ആർട്ടിമി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അടുത്ത ഫാമിലേക്ക് മാറ്റുക കുഞ്ഞുങ്ങളെ. അവിടെ നിന്നാണ് വലിയ വലിയ കുളത്തിലിട്ടിട്ട് മക്കളെ വലുതാക്കി എടുക്കുന്നത്. ഇവിടെ വേറെ രീതിയിലുള്ള ഫിൽട്രേഷൻ? ഇവിടെ പണ്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിരുന്നു. അന്ന് സെറാമിക് റിംഗ് ഒരു പോട്ടിലാക്കി വെച്ചിരുന്നു. പിന്നെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പ്ലാന്റ്സ് ശരിക്കും എപ്പോഴും ഒരു പ്രശ്നം ഗപ്പിക്ക്. പ്ലാന്റ് പെട്ടെന്ന് ഡാമേജ് വന്നു. ഡാമേജ് വരുമ്പോൾ ഫംഗസ് അതുപോലെ തന്നെ ഫിൻറോട്ടൊക്കെ പെട്ടെന്ന് വരാം. അതിനുശേഷം ഇപ്പം പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. ഇപ്പം പ്ലെയിൻ ആയിട്ട് സ്പോഞ്ച് ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഒരു 3 ദിവസം കൂടുമ്പോൾ എന്തായാലും വേസ്റ്റ് സൈഫൺ ചെയ്ത് കൊടുക്കണം മസ്റ്റായിട്ടും. സൈഫൺ ചെയ്ത് കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ പ്രീമിയം ക്വാളിറ്റി ഇവിടെ ചെയ്യുന്നതുകൊണ്ട് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഉണ്ടാവുള്ളൂ അല്ലേ? ഇവിടെ എപ്പോൾ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. ഒരു സ്ട്രെയിൻ എങ്ങനെ നോക്കിയാലും ഒരു 20 പേരിൽ കൂടുതൽ ഉണ്ടാവാറ് കുറവാണ് പ്രീമിയത്തിൽ. ക്വാളിറ്റിയൊക്കെ ചെയ്തെടുക്കുമ്പോൾ എന്തായാലും നമുക്കൊരു വളരെയധികം പീസസ് നമുക്ക് മാറ്റിയിടേണ്ടി വരും. ഇപ്പം ഒരു 100 പീസിൻ്റെ ബാച്ചാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു 60 പീസൊക്കെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ ഡാമേജസ് എന്തായാലും ചില പീസസിന് ഉണ്ടാവും. അതെന്തായാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. നമ്മൾ മിക്സറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹോൾസെയിലിൻ്റെ കൂടെ കയറ്റിയടിക്കും. ഇത് ഞാൻ തായ്ലാൻഡിൽ ഒരു സെറ്റപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിനുശേഷം അതേ ഒരു ടൈപ്പിൽ നമ്മളേതായ രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുത്താ. ഒന്നല്ല, കുറച്ച് PVC പൈപ്പും ജോയിൻ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് കമത്തി വെച്ചിട്ട് അതിനടിയിലേക്ക് നോ റിട്ടേൺ വാൾവ് കൊടുത്ത് എയറേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൾവ് ഊരി കഴിഞ്ഞാൽ ആർട്ടിമി മൊത്തം അടിയിൽ ഒരു ട്രേ വെച്ചാൽ കളക്ട് ചെയ്യാം. അത് പടുത്തുന്ന രണ്ടാമത്തെ സെക്ഷൻ വിടുക. ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം അങ്ങനെ എടുക്കാൻ വേണ്ടി? അങ്ങനെയാണ്, ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം വെച്ചിട്ട്. എത്ര സ്പൂൺ ആയിരിക്കും ഇപ്പോൾ ഒരു 3 സ്പൂൺ ഇട്ടുണ്ട്. 3 സ്പൂൺ വെച്ചിട്ട് എന്തായാലും ഇടും. ഇനി നമുക്ക് അടുത്ത ഫാമിലേക്ക് പോവാം. ഞാൻ അവിടെ വേറെ സ്ഥലത്തല്ലേ? ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോകാം. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ എത്തിയില്ലേ? ഇവിടെ പിന്നെ ഫുള്ള് ഫ്രിഡ്ജിന്റെ കേസിലാണ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഫ്രിഡ്ജ് കേസ്. ഇവിടെയാണ് മെയിനായിട്ട് എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്ത് വെക്കാറ്. ബ്രീഡിംഗ് ഇവിടെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ബ്രീഡിംഗ് ഇവിടെ ചെയ്യുന്നില്ല. ബ്രീഡിംഗ് മൊത്തം കൈമ്പാലത്ത് നേരത്തെ പറഞ്ഞ അവിടെ ചെയ്യുന്നത്. ഇവിടെ എവിടെയും ബ്രീഡിംഗ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും ക്വാണ്ടിറ്റി സ്റ്റോക്സ് ശരിക്കും ഇവിടെ വെക്കുന്നത്. അറൗണ്ട് ഒരു 400 ഫ്രിഡ്ജ് കേസ് ഉണ്ടാവും. ഇവിടെ മൊത്തം 400 ഫ്രിഡ്ജ് കേസ്. അത് അല്ല, മോള് കയറ്റിച്ചുകൊണ്ടാണ് അത്രയും സ്പേസ് കിട്ടിയത് അല്ലേ? ഇതിപ്പം ഇതിന്റെ മുകളിലത്തെ ലെയറിലും കയറ്റാം നമുക്ക്, അവിടെ ഇവിടെ കയറ്റും. അപ്പോൾ അതിൽ താങ്ങും? താങ്ങും. അതെ, കാറുള്ളായിരുന്നു. ഇപ്പം ചൂടായതുകൊണ്ട് താത്തി വെച്ചതാ. അതെ, ഒന്ന് മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് കയറ്റും. നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 400 ഫ്രിഡ്ജ് കേസിൽ ആവറേജ് ഒരു 50 പീസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ അറൗണ്ട് നമുക്കൊരു 20,000 ഗപ്പികൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എല്ലാ ഫ്രിഡ്ജ് കേസിലും നിറഞ്ഞിരിക്കുക അല്ലേ ഗപ്പികൾ? എങ്ങനെ നോക്കിയാലും അറൗണ്ട് ഒരു 10-60 പീസ് വെച്ചിട്ട് ഒരു ഫ്രിഡ്ജ് കേസിൽ നമ്മൾ വെക്കാറുണ്ട്. ഒരു ഫ്രിഡ്ജ് കേസിൽ 60 പീസാണ് ഇപ്പോൾ മെയിനായിട്ട് പോകുന്നത്. ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 10-15,000 പീസ് ഗപ്പി ഇപ്പോൾ ഇവിടെ റെഡി സ്റ്റോക്കിലുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷനിലുണ്ട്. ഒറ്റ സെക്ഷനിൽ കറക്റ്റായിട്ട് കൂട്ടി നോക്കിയാൽ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ കൊറിയർ ഡിസ്പ്ലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും സെയിലിന് വേണ്ടിയിട്ട്. ഇവിടുന്ന് വേണ്ടി അങ്ങോട്ടും കൊണ്ടുപോകും. പിന്നെ കൊറിയറും കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ് ചെയ്യുന്നത്. ഇവിടെ കോമൺ ആയിട്ട് എല്ലാവർക്കും എൻട്രി ഇല്ല. കാരണം ഹോൾസെയിൽ സെക്ഷനത്തെ ഐറ്റംസും ഇവിടെ വെക്കാറുണ്ട്. അതെ, ഇവിടെ ചെയ്യുന്നുണ്ട്. റീറ്റെയിലത്തെ സാധനം എക്സസ് ഫീമെയിൽസ് ആണ് അധികം ഇവിടെ വെക്കാറ്. മെയിൽസ് അധികം അവിടുത്തെ ഫാമിൽ തന്നെയാണ് വെക്കാറ്. ഇങ്ങനെ പോകുമ്പോൾ തട്ടായിട്ട് കാണാം അല്ലേ? അപ്പോൾ ഫുഡ് കൊടുക്കാൻ എളുപ്പമായി. ചെറിയൊരു ഗ്യാപ്പ് കൂടെ സെൻട്രലിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫ്രിഡ്ജേഴ്സ് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് കഴുകണമെങ്കിലും ഒന്ന് പൊന്തിച്ച് എല്ലാത്തിനുള്ള സംവിധാനം ഇവിടെ സ്പേസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്ലവർ ഓണൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഫ്ലവർ ഓണും ചെയ്യുന്നുണ്ട്, ഓസ്കാർ ചെയ്യുന്നുണ്ട്. സീഡ് വാങ്ങിയിട്ട് ഇപ്പം വലുതാക്കുക ചെയ്യുന്നത്. ബ്രീഡിങ് ലൈറ്റായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. അതെ, ഇതൊക്കെ ഹമ്പ് നല്ല വന്നല്ലോ.
ഇതെല്ലാം കൊടുക്കാനായപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബയോഫ്ലോക്കിൽ ഇട്ടിട്ടാണ് സൈസ് ആക്കി എടുക്കുന്നത്. ഒരു ഈ ഒരു ഇതിന്റെ കുറച്ചും കൂടെ ചെറിയൊരു സൈസ് ആകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹെഡ് പോപ്പപ്പ് ആയി തുടങ്ങുന്ന ടൈമിൽ നമ്മൾ മെയിലിനെ മാത്രം ഇതുപോലെ അക്വറത്തിലേക്ക് കൊണ്ടുവിടും. സിംഗിൾ ആയിട്ട് ഇട്ടിട്ട് ഈ ഹംബി ഹെഡ് എന്ന് പറഞ്ഞ ഫീഡും പിന്നെ ചെമ്മീൻ നല്ലോണം കൊടുക്കുമ്പോഴാണ് ഈ കളറും ഹെഡും വരിക. ഇത് ശരിക്കും ഇപ്പം സെയിലിനുള്ള ഒരു ടൈം ആയിട്ടില്ല. കുറച്ചും കൂടെ ഹെഡും വന്ന് കളറും വരണം. ഒരു 1 month കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസാവും. ആ ഒരു അറൗണ്ട് ഒരു 800,000 രൂപ വരെ പീസിനൊക്കെ കിട്ടുന്ന ഒരു സൈസിലേക്ക് എത്തിക്കും. ഇതിനൊക്കെ ഹെഡ് അത്യാവശ്യം വന്നത്. ഓസ്കാർ ഈ കുറച്ച് 1-2 ബ്രീഡിംഗ് പെയർ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഒരെണ്ണം എഗ് ചെയ്തിരുന്നു. നമ്മളത് ഹാച്ച് ചെയ്ത് ഒരു 5-10 മക്കളെ മാത്രമേ ഫസ്റ്റ് ഇതിൽ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം അടുത്തതിലേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏതാ ആദ്യം കാണിക്കുന്നത്? ഇത് ഫയർ ഹെഡ്, കോപ്പറാണ് ആദ്യം എടുത്തത്. എത്ര ഇഞ്ചായി ഇതിപ്പോൾ? ഇത് ഒരു 7 ഇഞ്ച് എബോ എന്തായാലും 7 ഇഞ്ചായി. 7-8 ഇഞ്ച് സൈസിലേക്ക് ആയിട്ടുണ്ട്. മീഡിയം സൈസിൻ്റെ അടുത്തായി. എന്ത് റേറ്റ് വരുന്നതിന്? ഇത് പീസിന് ഇപ്പം 800 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു സൈസിനുള്ള ഈ ഒരു സൈസിന് 7 അല്ല 8 ഇഞ്ച് തന്നെ ഉണ്ട്. അടുത്തിപ്പോൾ ഏതാ കാണിക്കുന്നത്? ഇത് ടൈഗർ. അടുത്ത ടൈഗർ. അത് എത്ര? കുറച്ച് സൈസ് കുറവാണ്. ടൈഗറിന് പിന്നെ പൊതുവെ മാർക്കറ്റിൽ ലേശം കുറവാണ്. 600 രൂപ വെച്ചിട്ടാണ് ഈ സൈസിലുള്ള ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള കിടക്കണത് ഇതിപ്പം കോപ്പറാണ്. ഇതും കോപ്പറ. ഇത് അറൗണ്ട് ഒരു 5 ഇഞ്ച് പ്ലസ് ഉണ്ട് സൈസ്. 5 ഇഞ്ച് സൈസ് പ്ലസ്. ബട്ട് കളറ് കയറ്റിയെടുക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ചെമ്മീൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് കളറ് കയറി വരുന്നത്. എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ പീസ് 200 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം കളർ കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിൽ വേരിയേഷൻ വരും കേട്ടോ. ടൈഗറാണ്, ബ്ലാക്ക് ടൈഗർ. ഇത് അറൗണ്ട് സെയിം സൈസ് തന്നെയാണ്. 5 ഇഞ്ച് അബോ ഉണ്ട്. പക്ഷേ കളറും പ്രിന്റും കയറി വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ അങ്ങ് കയറാനുണ്ട്. 2 ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കളർ സെറ്റായി കിട്ടിക്കോളും. ഇതിപ്പോൾ സെയിം തന്നെ 200 രൂപ. ഇതാണ് ഇവിടുത്തെ സ്റ്റാഫ് മിനീച്ചി. നമ്മളെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മിനീച്ചിയാണ്. പിന്നെ എനിക്കൊരു വർക്കിംഗ് പാർട്ണറും കൂടെ ഉണ്ട്, സുജിത്തേട്ടൻ. ആളിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. ആളാണ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താറും. ഇവർ 2 ആളാണ് എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് ഞാനില്ലാത്ത സമയത്തും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫാമും കണ്ടു. അപ്പോൾ വലിയ സംഭവം ഇപ്പോഴല്ലോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു 20% നമ്മൾ കണ്ടിട്ടുള്ളൂ. അത്രേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ആകെ 20% ആ ഒരു ഫാം മാത്രമേ കണ്ടുള്ളൂ. ഇനി 80% ഫാം കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ സെയിൽ? ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈനായിട്ടാണ് മെയിനായിട്ട് സെയിൽ ചെയ്യാറ്. എന്നാലും കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ റൂട്ട് ഇപ്പോൾ എങ്ങനെയാണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ മാങ്കാവ് നിന്ന് കടുപ്പിനി റോഡ്, പന്തീരങ്കാവ് റോഡ് കയറിയിട്ട് കടുപ്പിനി വഴിക്ക് ഓടുംബ്രയിലേക്ക് എത്താം. ഇപ്പോൾ അതല്ല മീൻചന്ത വഴിക്ക് വരികയാണെങ്കിൽ തിരുവണ്ണൂരിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താൽ ഓടുംബ്ര. മാപ്പിൽ ഓടുംബ്ര എന്ന് അടിച്ചാൽ മതി. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കും. 90s അക്വ മാപ്പിൽ അടിച്ചാൽ കിട്ടിക്കോളും. അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ കൊറിയർ 100% ലൈവ് ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഫുഡൊന്നും സെയിലില്ലല്ലോ? ഫുഡ് ഇപ്പോൾ നിലവിൽ സെയിലില്ല. പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഗപ്പികൾ മാത്രം. ഗപ്പി, ഓസ്കാർ, കുറച്ച് ഫ്ലവർ ഓണുണ്ട്. നമ്മൾ ഫ്ലവർ ഓൺ നേരത്തെ കാണിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ 90s ഒക്കെ? അടിപൊളിയായിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ളൂ, ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കുന്നു. എല്ലാവർക്കും ബൈ.